ഇന്ന് നമുക്ക് കുറച്ച് മിനി നോട്ട്ബുക്സ് ഉണ്ടാക്കാം. അതും A4 ഷീറ്റ് ഉപയോഗിച്ചിട്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനി നോട്ട്ബുക്സാണ് നമ്മൾ ഈ പറഞ്ഞ A4 ഷീറ്റ് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള A4 ഷീറ്റ് എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കുക. അതായത് ഒരു A4 ഷീറ്റിന് 2 ഷീറ്റ് കിട്ടുന്ന ഭാഗത്തിന് മടക്കി കൊടുത്തിട്ട് നിങ്ങളടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊട്രാക്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള സ്കെയിലോ വെച്ചിട്ട് നല്ലോണം അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതേപോലെ ലോണ്ട്രി ക്ലിപ്സോ ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ക്ലിപ്സോ എടുത്തിട്ട് അതൊട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിലേക്ക് പശ തേച്ച് ഒട്ടിച്ച് വെക്കുക. ഇതൊരു 10 മിനിറ്റ് പോലും വേണ്ട. കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമുക്കുണ്ടല്ലോ ഇതേപോലത്തെ ഒരു ഷീറ്റ് വേണം. അതായത് നമ്മുടെ അടുത്ത കറക്റ്റ് അളവിന് തന്നെ വേണം. എന്നിട്ട് ഒരു സൈഡ് മടക്കി കൊടുത്തിട്ട് ബാക്കി നടുക്കൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് അതിൽ പശ തേച്ച് ഒട്ടിക്കുക. ഈ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് അതേ സെയിം പ്രൊസീജിയർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിക്കുള്ള നോട്ട്ബുക്ക് കിട്ടും. കുറച്ച് സമയം വെച്ചാൽ മതി, അപ്പോഴേക്കും നല്ല വൃത്തിക്ക് ഉണങ്ങിയും കൂടെ കിട്ടും കേട്ടോ. ഞാനിതിന് യൂസ് ചെയ്യുന്ന ഫ്രണ്ട് പേജ് ഞാൻ ഡൗൺലോഡ് ആക്കിയത് പിൻട്രസ്റ്റിനാണ്. പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ആക്കിയിട്ട് ഹൈ ക്വാളിറ്റിയിൽ പ്രിൻ്റ് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ കിട്ടും. നമ്മളൊരു കറക്റ്റ് A4 ഷീറ്റിനെ രണ്ടായിട്ട് മടക്കിക്കൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് എത്തത്തില്ല. അതുകൊണ്ട് തന്നെ സെൻറ്ററിലേക്ക് നമ്മളൊരു എക്സ്ട്രാ ഷീറ്റ് വെച്ച് ഫസ്റ്റ് കവർ ചെയ്തിട്ട് ഇത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇത് ഫസ്റ്റത്തെ മിനി നോട്ട്ബുക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും. സെക്കൻഡും തേർഡിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട് ഞാൻ എല്ലാം സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. അർജൻറ്റീനേൻ്റെയും സ്പെയിൻ്റെയൊക്കെ മാച്ച് കണ്ടിട്ട് ലാസ്റ്റ് ബോറടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇതിന് വോയിസ് ഓവർ ചെയ്യുന്നത്. എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. വെളുപ്പാങ്കാലത്ത് 4 മണിയായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അങ്ങ് വരാം. ഇതേപോലെ ഒരു ഷീറ്റിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 2 പാർട്ടിലായിട്ട് അങ്ങ് നല്ല വൃത്തിക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് പശ എല്ലായിടത്തേക്കും എത്തിച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് വൃത്തികേടായിട്ട് തോന്നും. ആൻഡ് ഇതേപോലെ വല്ല സ്റ്റിക്കറോ സ്റ്റാമ്പോ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ബുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മിനി നോട്ട്ബുക്ക്. ഇത് നമുക്ക് കോളേജിലേക്കും കൊണ്ടുപോകാം, സ്കൂളിലേക്കും കൊണ്ടുപോകാം, ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ ഷൈനാക്കാൻ നല്ലതാണ്. ഫസ്റ്റത്തെ മിനി നോട്ട്ബുക്ക് നിങ്ങൾ കണ്ടില്ലേ. ഇനിയാണ് രണ്ടാമത്തെ. നമ്മൾ നേരത്തെ കണ്ട അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഫസ്റ്റ് ഒരു A4 ഷീറ്റ് എടുക്കുക, രണ്ടായിട്ട് മടക്കുക. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ 2 എന്നുള്ളത് നിങ്ങൾ 3 ആയിട്ട് വേണം മടക്കാൻ. അതായത് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് എന്താ പറയുക, മടക്കി കൊടുക്കുക. എന്നിട്ട് ആ സൈഡ് എഡ്ജൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം ഈ കാണുന്ന 2 ഹോൾസ് അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതേപോലെയുള്ള ഒരുപാട് പേജസ് കിട്ടും. അതായത് ഒരു A4 ഷീറ്റിൽ നിന്ന് ടോട്ടൽ 2 പേജസ് ആയിരിക്കും നമുക്ക് കിട്ടുക. 2 പേജസ് വീതമായിരിക്കും കിട്ടുക. ഉറക്കപ്പിച്ച് കാരണം എനിക്ക് ചെറുതായിട്ട് കണക്കുകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. എന്നിട്ടൊന്നുമില്ല, സെയിം പ്രൊസീജിയറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ ലോണ്ട്രി ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് അതിലേക്ക് പശ തേച്ചിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക. ആൻഡ് ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ചും കൂടെ കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സാധനം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉണങ്ങി അങ്ങ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ട ഫ്രണ്ട് പേജസൊക്കെ വേണ്ട പേപ്പറൊക്കെ നമുക്ക് കിട്ടുന്നത് പിൻട്രസ്റ്റിനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പിൻട്രസ്റ്റിൽ നിങ്ങൾ വാൾപേപ്പറിനോ അങ്ങനെ എന്തെങ്കിലും ചുമ്മാ അടിച്ചു കൊടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രിൻ്ററോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പ്രിൻ്ററോ ഉണ്ടെങ്കിൽ സാധാരണ A4 ഷീറ്റ് മതി, നമുക്കത് പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇങ്ങനത്തെയാണ്. എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്യാമെന്ന് വെച്ചത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ഈ ലോങ് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര പണിയായിരിക്കുന്നു. ആക്ച്വലി നല്ല പണി തന്നെയാണ്. പക്ഷേ 3 മിനിറ്റ് പോയത് ഞാൻ അറിഞ്ഞില്ല. 4 മിനിറ്റ്. ഫസ്റ്റത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ എല്ലാം കൂടെ സ്പീഡിലിട്ടിട്ടാണ് കാണിക്കുന്നത്. കാരണം എനിക്കധികം എന്താ പറയുക, സ്റ്റോറേജ് ഇല്ല ആൻഡ് നെറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞം കഴിക്കാൻ മറന്നിട്ടില്ല. ആദ്യം ഒരു കടല എടുത്തു, അത് കഴിച്ചു. പിന്നെ വെറൈറ്റി സാധനങ്ങൾ തന്നെ ഇതിൻ്റെ ഇടയ്ക്കും തലയ്ക്കുന്നൊക്കെ വെച്ച് വന്നത്. പിന്നെ ഹൽവ വന്നു, അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ വക പണി തന്നു. അതായത് ചപ്പാത്തി ഉണ്ടാക്കണം, ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കണം, പാത്രം കഴുകണം. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് വേണ്ടി ഇരുന്നത്. പക്ഷേ ഇത് എടുക്കുന്നതിന് മുമ്പ് പകുതി സമയം കറണ്ട് ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരേ ഒരു സമയം തന്നെ എടുത്ത് വെക്കുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ നോട്ട്ബുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഫ്രണ്ട് പേജും ബാക്ക് പേജും ഒട്ടിച്ചങ്ങ് കൊടുക്കണം കേട്ടോ. ആൻഡ് ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ബുക്കിൻ്റെ. ഇത് നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇത്. നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ.
ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ നോട്ട്ബുക്കിൻ്റെ വരവ്. അതായത് ഒന്നുമല്ല, നേരത്തെ കണ്ട സെയിം പ്രൊസീജിയറാണ്. ഒന്നും കൂടെ മടക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജസ് അങ്ങ് സെറ്റാവും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്യുക. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തും കൂടെ എടുത്താൽ ഇതേപോലത്തെ പേപ്പേഴ്സ് കിട്ടും. ഒരു പേജ് നമുക്ക് 4 എണ്ണത്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. കറക്റ്റ് എനിക്ക് എണ്ണം ഇപ്പോൾ ഓർമ്മയില്ല. കാരണം വെളുപ്പം കാലമാണല്ലോ. എന്താ പറയുക, വെറുതെ ഇരുന്ന് ക്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ ഞാനൊന്നും മടിച്ചില്ല, ഒരു മൂവി അങ്ങ് വെച്ചു. നിങ്ങൾക്കിത് ഏതാ മൂവിയെന്ന് അറിയുമോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. ചെറുപ്പം തൊട്ട് ഈ ആർമി മൂവീസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആർമി റിലേറ്റഡ് മൂവീസ്, പ്രത്യേകിച്ച് മലയാളം കൂടെ ആണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്ന് കാണും എത്ര വട്ടം വേണമെങ്കിലും. അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ് ഈ പട്ടാളം എന്ന് പറയുന്നത്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഞാനൊരു 5-6 വട്ടമെങ്കിലും മിനിമം യൂട്യൂബിലിരുന്ന് തന്നെ കണ്ടു കാണും. അത് കൂടാണ്ട് ഞാൻ ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കാണാറുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇതിനെക്കുറിച്ച് പറയുന്ന, ക്രാഫ്റ്റിനെ കുറിച്ച് പറയണമെന്ന്. സംഭവം സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ ക്രാഫ്റ്റിനെ കുറിച്ച് പറയാത്തത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സെയിം പ്രൊസീജിയറാണ്, സൈസിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. ആൻഡ് ദിസ് ക്യൂട്ട് സ്റ്റിക്കർ ഒട്ടിച്ചപ്പോഴാണ് എനിക്കിത് കുറച്ചും കൂടെ അങ്ങ് ഇഷ്ടപ്പെട്ടത്. ആൻഡ് നമ്മുടെ ഫൈനൽ 3 ബുക്സ് സെറ്റാക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് 3 വെറൈറ്റി മിനി നോട്ട്ബുക്സ് ഉണ്ടാക്കാം. ഇതാണോ 3 ഇതിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.